പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. സ്തോത്രം 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 സ്തോത്രം. കർത്താവിൻ്റെ അതിപരിശുദ്ധമായ തിരുനാമം ഈ അനുഗ്രഹിക്കപ്പെട്ട പ്രഭാതത്തിൽ വാഴ്ത്തപ്പെടുമാറാകട്ടെ. പ്രിയപ്പെട്ട ദൈവമക്കളെ, നമുക്ക് ഒരുമിച്ച് 2024 മെയ് മാസം 1-ാം തീയതി ബുധനാഴ്ച പ്രഭാതത്തിൽ കർത്താവിനെ ആരാധിക്കുവാൻ, കർത്താവിനെ സ്തുതിക്കുവാൻ നമ്മുടെ സ്വർഗീയ പിതാവ് നമുക്ക് ഒരുക്കി തന്നിരിക്കുന്ന നല്ല സമയത്തിനായിട്ട് നമുക്ക് കർത്താവിന് നന്ദിയോടെ സ്തോത്രം ചെയ്യാം. കരങ്ങളെയൊക്കെ ഒന്ന് ഉയർത്തിപ്പിടിച്ചിട്ട് കർത്താവിനൊന്ന് സ്തോത്രം പറഞ്ഞ് സ്തോത്രം 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 സ്തോത്രം. കഴിഞ്ഞ പകൽക്കാലം മുഴുവൻ നമ്മുടെ കർത്താവ് നമ്മളെ കാത്തു പരിപാലിച്ചില്ലേ? കർത്താവിനെ ഒന്ന് സ്തോത്രം പറഞ്ഞ് എത്ര ശ്രേഷ്ഠമായിട്ടാണ് കഴിഞ്ഞ പകൽക്കാലം നമ്മളെ സൂക്ഷിച്ചത്. നമ്മുടെ ഓരോ നിമിഷങ്ങളിലും കർത്താവ് തന്നെ ദൃഷ്ടി വെച്ച് കർത്താവ് നമ്മളെ സൂക്ഷിച്ചു, തൻ്റെ ദൂതന്മാരെ നമുക്ക് വേണ്ടി കൽപ്പിച്ചാക്കി. അത്ഭുതമായി കഴിഞ്ഞ പകൽക്കാലം നടത്തിയ കർത്താവിൻ്റെ വിശ്വസ്തതയ്ക്കായിട്ട് കരങ്ങൾ ഉയർത്തിപ്പിടിച്ചിട്ട് പറയാം, കർത്താവെ നന്ദിയോടെ സ്തോത്രം, നന്ദിയോടെ സ്തോത്രം, സ്തോത്രം 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 സ്തോത്രം. രാത്രികാലം നല്ല ഉറക്കം തന്നില്ലേ? സ്വസ്ഥമായി ഉറങ്ങുവാൻ കർത്താവ് കൃപ ചെയ്തില്ലേ? അത് ദൈവത്തിൻ്റെ കൃപയല്ലായിരുന്നു? അതിനായിട്ട് സ്തോത്രം പറഞ്ഞാണ്ട് സ്തോത്രം 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 സ്തോത്രം. ആരോഗ്യത്തോടെ സൗഖ്യത്തോടെ ഈ പ്രഭാതത്തിൽ ഉണരുവാൻ കർത്താവ് സഹായിച്ചില്ലേ? കരങ്ങളെ ഉയർത്തിപ്പിടിച്ചിട്ട് പറയാം, കർത്താവെ നന്ദിയോടെ സ്തോത്രം, കർത്താവെ നന്ദിയോടെ സ്തോത്രം. ഈ രാവിലെ ഉണർത്തിയതിനായിട്ട് സ്തോത്രം 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 സ്തോത്രം. ഈ പകൽക്കാലം ക്രിസ്തുയേശുവിൽ നമ്മളെ ജയോത്സവമായി നടത്തുന്ന കർത്താവിന്, ആനന്ദത്തോടെ നടത്തുന്ന കർത്താവിന് സ്തോത്രം പറഞ്ഞേ. നന്ദിയോടെ സ്തോത്രം, നന്ദിയോടെ സ്തോത്രം, നന്ദിയോടെ സ്തോത്രം, നന്ദിയോടെ സ്തോത്രം, നന്ദിയോടെ സ്തോത്രം. ഇന്ന് മെയ് മാസം 1-ാം തീയതി. അപ്പോൾ ഏപ്രിൽ മാസം 30 ദിവസങ്ങൾ കർത്താവ് നമ്മളെ അത്ഭുതമായി നടത്തി. കൈ ഉയർത്തി പിടിച്ചിട്ട് കർത്താവിന് നന്ദി പറഞ്ഞ് താങ്ക് യു ലോർഡ്. നന്ദിയോടെ സ്തോത്രം, നന്ദിയോടെ സ്തോത്രം. കർത്താവെ കഴിഞ്ഞ 30 ദിവസം ഞങ്ങളെ അത്ഭുതമായി നടത്തിയതിന് സ്തോത്രം, സ്തോത്രം അപ്പാ, സ്തോത്രം, സ്തോത്രം അപ്പാ, സ്തോത്രം, സ്തോത്രം അപ്പാ, സ്തോത്രം, 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 സ്തോത്രം. അങ്ങനെ കൃപ ഞങ്ങൾ അനുഭവിച്ചു. ആ വലിയ സ്നേഹത്തിനായിട്ട് നന്ദി പറയുന്നു. അതുപോലെ ഹല്ലേലൂയ, കഴിഞ്ഞ ഈ 4 മാസക്കാലം കർത്താവ് നമ്മളെ അത്ഭുതകരമായി നടത്തിയില്ലേ? ഓരോ മാസം ജാനുവരിയിൽ അത്ഭുതമായി നടത്തി, ഫെബ്രുവരിയിൽ നടത്തി, മാർച്ചിൽ നടത്തി, ഏപ്രിൽ നടത്തി. ഈ 4 മാസക്കാലം ഓർത്ത് ഒന്ന് സ്തോത്രം പറഞ്ഞ കർത്താവെ, ജാനുവരിക്കായിട്ട് സ്തോത്രം, ഫെബ്രുവരിക്കായിട്ട് സ്തോത്രം, മാർച്ചിനായിട്ട് സ്തോത്രം, ഏപ്രിൽ മാസത്തിനായിട്ട് സ്തോത്രം. അപ്പോൾ ഈ പുതിയ മാസത്തെ ഞങ്ങൾ അങ്ങയുടെ കൈകളിൽ തരുന്നു. ഈ മെയ് മാസം അങ്ങയുടെ കൃപ ഞങ്ങളുടെ കൂടെയുള്ളതിന് സ്തോത്രം, അങ്ങയുടെ സാന്നിധ്യം ഞങ്ങളുടെ കൂടെയുള്ളതിന് സ്തോത്രം, അങ്ങ് ഞങ്ങളെ അതിശയമായി നടത്താൻ പോകുന്നതിന് സ്തോത്രം. ഈ പുതിയ മാസം ഞങ്ങൾ പലർക്കും ഒരു അത്ഭുതമാകാൻ പോകുന്നതിന് സ്തോത്രം. അങ്ങയുടെ ആ വലിയ സംരക്ഷണവും അങ്ങയുടെ വലിയ പ്രൊവിഷൻസും ഒക്കെ ഞങ്ങൾ ഈ മാസക്കാലം അനുഭവിക്കുന്നതിനായിട്ട് സ്തോത്രം. നന്ദിയോടെ സ്തോത്രം കർത്താവേ, നന്ദിയോടെ സ്തോത്രം, നന്ദിയോടെ സ്തോത്രം. അങ്ങ് ചെയ്ത എല്ലാ നന്മകൾക്കും കൃപകൾക്കും ഞങ്ങൾ നന്ദി പറയുന്നു. താങ്ക് യു ലോർഡ്, താങ്ക് യു ലോർഡ്, താങ്ക് യു ജീസസ്. നന്ദിയോടെ സ്തോത്രം, നന്ദിയോടെ സ്തോത്രം, നന്ദിയോടെ സ്തോത്രം. ആമേൻ. 56-ാം സങ്കീർത്തനം 10-ാമത്തെ തിരുവെഴുത്തിൽ ഇങ്ങനെ പറയുന്നത്, കർത്താവ് വലിയവനും അത്ഭുതങ്ങളെ പ്രവർത്തിക്കുന്നവനുമല്ലോ, അങ്ങ് മാത്രം ദൈവമാകുന്നു. ഈ പ്രഭാതി കൈ ഉയർത്തി പറ, കർത്താവേ അങ്ങ് വലിയവനും അത്ഭുതങ്ങളെ പ്രവർത്തിക്കുന്നവനുമാകുന്നു, അങ്ങ് മാത്രം ദൈവമാകുന്നു. 12-ാമത്തെ വാക്യം പറയുന്നു, എൻ്റെ ദൈവമായ കർത്താവെ ഞാൻ പൂർണ്ണ ഹൃദയത്തോടെ അങ്ങയെ സ്തുതിക്കും. കർത്താവിൻ്റെ നാമത്തെ എന്നേക്കും മഹത്വപ്പെടുത്തും, എന്നേക്കും മഹത്വപ്പെടുത്തും. പൂർണ്ണ ഹൃദയത്തോടെ സ്തുതിക്കണം, എന്നും മഹത്വപ്പെടുത്തും. നമുക്ക് പ്രാർത്ഥിക്കാം. അബ്ബാ, യേശു ക്രിസ്തു നാമത്തിൽ ഈ പ്രഭാതത്തിൽ ഞങ്ങൾ ഒരുമിച്ച് അങ്ങയുടെ പൊന്മുഖത്തേക്ക് നോക്കുന്നു. കഴിഞ്ഞ പകൽക്കാലം കാത്തു പരിപാലിച്ചല്ലോ സ്തോത്രം. രാത്രി നല്ല ഉറക്കം തന്നല്ലോ സ്തോത്രം. ആരോഗ്യത്തോടെ ഉണർത്തിയല്ലോ സ്തോത്രം. ഈ പകൽക്കാലം കൈപിടിച്ച് നടത്തുന്ന അങ്ങയുടെ കൃപയ്ക്ക് സ്തോത്രം. അബ്ബാ, ഈ ശബ്ദങ്ങൾക്ക് അതെല്ലാവരെയും യേശു ക്രിസ്തുവിൻ നാമത്തിൽ അനുഗ്രഹിക്കുക. അബ്ബാ, ഇവർ അനുഗ്രഹിക്കപ്പെടട്ടെ, ഇവർ സന്തോഷമുള്ളവരായി തീരട്ടെ, ഇവർ സമാധാനം അനുഭവിക്കട്ടെ, ഇവർ ദൈവിക സ്വസ്ഥതയിൽ ജീവിക്കട്ടെ, പരിശുദ്ധാത്മാവിൻ്റെ നിറവിൽ ഇവർ മുന്നേറട്ടെ, ഇവർ അനേകർക്ക് ബ്ലെസ്സിങ് ആയി തീരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. യേശുവിൻ്റെ രക്തത്താൽ മറച്ചു പ്രാർത്ഥിക്കുക. ദുഷ്ടൻ്റെ കണ്ണുവരുടെ മേൽ വീഴാതെ സൂക്ഷിക്കണം. കഴിഞ്ഞ മാസക്കാലം പരിപാലിച്ചു. ഈ പുതിയ മാസവും ഈ ശബ്ദം കേൾക്കുന്ന ഓരോരുത്തരുടെയും ജീവിതത്തിൽ അത്ഭുതത്തിൻ്റെ മാസമായി മാറട്ടെ, ദൈവിക അടയാളങ്ങളുടെ മാസമായി തീരട്ടെ, ദൈവപ്രവൃത്തികളിലൂടെ നടക്കുന്ന മാസമായി തീരട്ടെ. ഇതിനകത്ത് ഈ രാവിലെ രോഗികളായി ആരെങ്കിലും ഇത് കേൾക്കുന്നെങ്കിൽ ഇപ്പോൾ സൗഖ്യമാകട്ടെ, യേശു ക്രിസ്തുവിൻ നാമത്തിൽ ഇപ്പോൾ സൗഖ്യമാകട്ടെ. പല്ലുമായിട്ടുള്ള ബന്ധത്തിൽ ആമേൻ അസ്വസ്ഥതകൾ അനുഭവിക്കുന്നവർ യേശു ക്രിസ്തുവിൻ നാമത്തിൽ ഇപ്പോൾ സൗഖ്യമാകട്ടെ. നെഞ്ചരിച്ചിലിനാൽ ഭാരപ്പെടുന്നവർ നസ്രയനായ യേശു ക്രിസ്തുവിൻ നാമത്തിൽ ഇപ്പോൾ സൗഖ്യമാകട്ടെ. ആർത്രൈറ്റിസുകൾ സൗഖ്യമാകട്ടെ, എല്ലാ ശ്വാസം മുട്ടലുകളും ഇപ്പോൾ സൗഖ്യമാകട്ടെ. ഓവർ വെയ്റ്റിനാൽ ഭാരപ്പെട്ടിരിക്കുന്നവർ യേശുവിൻ നാമത്തിൽ ഇപ്പോൾ സൗഖ്യമാകട്ടെ, 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 സൗഖ്യമാകട്ടെ. യേശുവിൻ്റെ നാമത്തിൽ എല്ലാ ഡിസ്കറേഷനുകളും മാറിപ്പോകട്ടെ. ദൈവിക അത്ഭുതങ്ങൾ തന്നെ കുഞ്ഞുങ്ങളുടെ ജീവിതത്തിൽ നടക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ജോലിയില്ലാത്തവർക്ക് ജോലി ലഭിക്കുന്നതിനായിട്ട് സ്തോത്രം. സാമ്പത്തികമായ വാതിലുകളെ കർത്താവെ അങ്ങ് തുറന്നു കൊടുക്കുന്നതിനായിട്ട് സ്തോത്രം ചെയ്യുന്നു.
കുഞ്ഞുങ്ങളുടെ അഡ്മിഷൻ, അവരുടെ എക്സാംസ് എല്ലാം കർത്താവ് അത്ഭുതകരമാക്കി തീർക്കണം. പ്രത്യേകിച്ച് നീറ്റിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്ന ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ അനുഗ്രഹിക്കുന്നു. അവരുടെ മേൽ സ്പെഷ്യൽ ഗ്രേസ് ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഉന്നത വിജയം നേടട്ടെ കർത്താവ്. ഈ പ്രാവശ്യത്തെ നീറ്റ് എക്സാമിൽ അങ്ങയുടെ കുഞ്ഞുങ്ങൾ ഉന്നത വിജയം നേടട്ടെ കർത്താവ്. വൻ കാര്യങ്ങളെ ചെയ്യുന്നതിന് നന്ദി. സകല മഹത്വവും പുകഴ്ചയപ്പയ്ക്ക് യേശുവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ. കർത്താവ് അനുഗ്രഹിക്കട്ടെ. ഇന്ന് കർത്താവ് അനുവദിച്ചാൽ ഇന്ന് രാത്രി ഇന്ത്യൻ സമയം രാത്രി 9:30 നമ്മുടെ മീറ്റിങ്ങുകൾ ആരംഭിക്കും. എല്ലാവരും അതിൽ പ്രാർത്ഥനയോടുകൂടെ പങ്കെടുക്കണമേ എന്ന് പ്രത്യേകമായിട്ട് ഓർപ്പിക്കുന്നു. ആരും വിട്ടുപോലെ ഇന്ന് മാസത്തിൻ്റെ ആരംഭ ദിവസമാണ്. ആരംഭത്തിൽ കർത്താവിനോടുകൂടെ ഇരുന്നാൽ ആ ഒരു മാസം അനുഗ്രഹമായിരിക്കും. അത് എല്ലാം കർത്താവ് നമുക്ക് പെർഫെക്റ്റായിട്ട് ചെയ്തു തന്നിരിക്കുക. ഇന്ന് നമുക്ക് കർത്താവിൻ്റെ കൂടെ ഇരിക്കാൻ സമയമുണ്ട്. അതുകൊണ്ട് ഇന്ന് പൽക്കാലം നിങ്ങൾ മീറ്റിങ്ങിന് വേണ്ടി പ്രാർത്ഥിക്കുകയും വൈകിട്ട് തക്ക സമയത്ത് എല്ലാവരും ഒരുമിച്ച് പങ്കെടുക്കുകയും ചെയ്യണം കേട്ടോ. കർത്താവ് അനുഗ്രഹിക്കട്ടെ. യോഹന്നാന്റെ സുവിശേഷം 10-ാം അധ്യായം അതിൻ്റെ 27-ാമത്തെ വാക്യം ഇങ്ങനെ പറയുന്നു: എൻ്റെ ആടുകൾ എൻ്റെ ശബ്ദം കേൾക്കുന്നു, ഞാൻ അവയെ അറിയുകയും അവ എന്നെ അനുഗമിക്കുകയും ചെയ്യും. ഈ മാസം പരിശുദ്ധാത്മാവ് ഉള്ളിൽ തന്നിരിക്കുന്ന ബോധ്യമെന്ന് പറയുന്നത് ദൈവശബ്ദം കേൾക്കുന്ന ഒരു മാസമായിരിക്കും. ആമേൻ. ഇവിടെ പരിശുദ്ധാത്മാവ് പറയും എൻ്റെ ആടുകൾ, എൻ്റെ ആടുകൾ. യേശു പറയും എൻ്റെ ആടുകൾ. അതായത് യേശുവിനെ അവിടെ നമുക്ക് നല്ല ഇടയനാക്കി വേദപുസ്തകം കാണിക്കുക. വേദപുസ്തകത്തിൽ ദൈവം തന്നെ പല രീതിയിൽ പരിചയപ്പെടുത്തുന്നതിനകത്ത് ഒരു പ്രധാനമായി പറഞ്ഞിരിക്കുന്ന പദമാണ് നല്ല ഇടയൻ. നമ്മുടെ കർത്താവ് നല്ല ഇടയനാണ്. ആ നല്ല ഇടയൻ പറയുക എൻ്റെ ആടുകൾ എൻ്റെ ശബ്ദം കേൾക്കുന്നു. ഇന്ന് പ്രഭാതത്തിൽ നമ്മൾ കേൾക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ശബ്ദം ഈ ഭൂമിയിലായിരിക്കുമ്പോൾ നമ്മൾ ഏറ്റവും പ്രാധാന്യം കൊടുക്കേണ്ടതും ഏറ്റവും അർജൻറ്റായിട്ട് കേൾക്കേണ്ടതും നമ്മുടെ ദൈവത്തിൻ്റെ ശബ്ദമാണ്. ആ ശബ്ദം കേൾക്കാൻ തക്കവണ്ണം ഈ ദിവസങ്ങളിൽ ദൈവം ഈ ശബ്ദം കേൾക്കുന്ന ഓരോരുത്തരെയും പ്രാപ്തരാക്കി തീർക്കട്ടെ. ആമേൻ. ദൈവത്തിൻ്റെ ശബ്ദം നിങ്ങളുടെ ഹൃദയങ്ങളിൽ ആമേൻ കേൾക്കുവാനും കർത്താവിൻ്റെ ശബ്ദം തിരിച്ചറിയുവാനും കർത്താവിൻ്റെ ശബ്ദം കേട്ട് കർത്താവിനെ അനുഗമിക്കുവാനും കർത്താവിൻ്റെ ശബ്ദം കേട്ട് അനുഗമിക്കുമ്പോൾ ലഭിക്കുന്ന ദൈവിക അനുഗ്രഹങ്ങളെ പ്രാപിക്കുവാനും ഈ കർത്താവിൻ്റെ പരിശുദ്ധാത്മാവ് ഈ ദിവസങ്ങളിൽ നമ്മളെ ട്രെയിൻ ചെയ്തെടുക്കുമാറാകട്ടെ. നമുക്ക് അതിനുള്ള സ്പെഷ്യൽ കൃപ ദൈവം നമുക്ക് നൽകുമാറാകട്ടെ. ഈ ലോകത്തിൽ പല വിധത്തിലുള്ള ശബ്ദങ്ങളുടെ നടുവിലാണ് നമ്മൾ ജീവിക്കുന്നത്. ആമേൻ, ആമേൻ. ഈ ശബ്ദങ്ങളുടെയൊക്കെ ഇടയിൽ ദൈവത്തിൻ്റെ ശബ്ദത്തെ തിരിച്ചറിയുവാനും മനസ്സിലാക്കി കേൾക്കുവാനും തിരിച്ചറിയുവാനും ഫോളോ ചെയ്യുവാനും കർത്താവ് നമുക്ക് ഒരു സ്പെഷ്യൽ കൃപ ഈ മാസക്കാലം കർത്താവ് നമുക്ക് നൽകും. പ്രാർത്ഥിക്കണം നിങ്ങൾ. കർത്താവെ അങ്ങയുടെ ശബ്ദം കേൾക്കുവാൻ, ആമേൻ, അത് തിരിച്ചറിയുവാൻ, ആമേൻ, അങ്ങയെ ഫോളോ ചെയ്യുവാൻ, അങ്ങ് ആഗ്രഹിക്കുന്ന വഴിയിലൂടെ അങ്ങയുടെ പിന്നാലെ വരുവാൻ കർത്താവ് ഞങ്ങളെ സഹായിക്കണം. നമുക്കറിയാം 23-ാം സങ്കീർത്തനത്തിൽ പറയുന്നുണ്ട്, ആമേൻ, ഇടയൻ നമുക്ക് തരുന്ന അനുഭവങ്ങൾ, ഈ അനുഭവങ്ങളെല്ലാം ഈ മാസം നിങ്ങൾ അനുഭവിക്കട്ടെ. ദൈവത്തിൻ്റെ ശബ്ദം കേട്ട് നിങ്ങൾ ഇറങ്ങിത്തിരിക്കുമ്പോൾ, നിങ്ങളുടെ കർത്താവിൻ്റെ ശബ്ദം കേട്ട് അനുഗമിക്കുമ്പോൾ ഒന്നിനും മുട്ടുവരാത്തൊരു മാസമായി തീരും. ഹല്ലേലൂയ. സ്തോത്രം, സ്തോത്രം. ഒന്നിനും മുട്ടുവരാത്ത ഒരു മാസമാക്കി കർത്താവ് ഈ പുതിയ മാസക്കാലം, ഈ 2024 മെയ് മാസക്കാലം നമ്മളെ ഇടയാക്കി തീർക്കുന്ന മാസമാണ്. പച്ചയായ പുൽപ്പുറങ്ങളിൽ നമ്മളെ കടത്തും, സ്വസ്ഥതയുള്ള വെള്ളത്തിൻ്റെ നികത്തിലേക്ക് നടത്തും. ഈ മാസം അത് നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കട്ടെ. പച്ചയായ പുൽപ്പുറങ്ങളിൽ, ദൈവിക സമൃദ്ധിയിൽ, ദൈവിക സ്വസ്ഥതയിൽ, ഹല്ലേലൂയ, ജീവിക്കുവാൻ ഇടവരുത്തുന്ന ഒരു മാസമായി തീരട്ടെ. നമ്മുടെ ഹൃദയം എപ്പോഴും ആമേൻ ചൂടുപിടിച്ചിരിക്കുകയല്ല, തണുത്ത് ആമേൻ സ്വസ്ഥമായിട്ടിരിക്കുന്ന ആ ഒരു അനുഭവത്തിലേക്ക് കർത്താവ് നമ്മളെ നടത്തട്ടെ. ഏതവസ്ഥയിലും കർത്താവിൻ്റെ കൂടെയുണ്ട്, എനിക്കൊരനർത്ഥം ഭവിക്കത്തില്ല എന്നുള്ള വലിയ ബോധ്യത്തിൽ ഈ പുതിയ മാസക്കാലം കർത്താവ് നമ്മളെ നടത്തട്ടെ. ശത്രുക്കൾ കാലിൻ്റെ കർത്താവ് വിരുന്നൊരുക്കും, തലയെ എണ്ണ കൊണ്ട് അഭിഷേകം ചെയ്യും. നമ്മുടെ പാനപാത്രം കർത്താവ് നിറഞ്ഞു കവിയും. നന്മയും കരുണയും നമ്മുടെ ആയുഷ്കാലമൊക്കെയും പിന്തുടരും. ആ ദൈവ സാന്നിധ്യത്തിൽ എന്നും ഇരിക്കുവാൻ ദൈവം കൃപ ചെയ്യും. എപ്പോഴാണെന്നറിയാമോ? ദൈവശബ്ദം കേട്ട് ആമേൻ നമ്മൾ ഫോളോ ചെയ്യുമ്പോൾ. തുടർമാനമായി വൈകിട്ടത്തെ മീറ്റിങ്ങിൽ നമുക്ക് കേൾക്കാം. കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ഈ പുതിയ മാസം ദൈവശബ്ദം കേട്ട് മുന്നേറുന്ന മാസമായി തീരട്ടെ. ദൈവശബ്ദം കേൾക്കുന്ന മാസമായി തീരട്ടെ. ദൈവശബ്ദം കേട്ട് അനുഗമിച്ച് ആ ദൈവിക സ്വസ്ഥതയിൽ ജീവിപ്പാൻ കർത്താവ് എല്ലാവർക്കും ഇടവരുത്തട്ടെ. പിതാവേ, യേശുവിൻ്റെ നാമത്തിൽ തൻ്റെ കുഞ്ഞുങ്ങളെയും അവരുടെ പുതിയ മാസത്തെയും ഞാൻ ബ്ലസ് ചെയ്യുന്നു. 2024 മെയ് മാസം യേശു ക്രിസ്തുവിൻ നാമത്തിൽ ദൈവസഭയ്ക്ക് അനുഗ്രഹത്തിൻ്റെ മാസമായി തീരട്ടെ. ദൈവപ്രവൃത്തിയുടെ മാസമായി തീരട്ടെ. അനേകർക്ക് ആമേൻ ഈ മാസക്കാലം വലിയ ദൈവിക സന്തോഷം അനുഭവിക്കാൻ കർത്താവ് സഹായിക്കണം. ദൈവശബ്ദം കേൾക്കുവാൻ കർത്താവ് സഹായിക്കണം. കർത്താവ് എല്ലാവരെയും ഒരുപോലെ മാനിക്കണം, ആദരിക്കണം, ഉയർത്തണം. യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ,
ആമേൻ, ആമേൻ. കർത്താവ് നിങ്ങളെ ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. ദൈവിക കൃപ നിങ്ങളുടെ ജീവിതത്തിൽ ഓവർഫ്ലോ ചെയ്യുമാറാകട്ടെ. യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ അത്ഭുതങ്ങൾ നടക്കും, അടയാളങ്ങൾ നടക്കും, വീര്യപ്രവൃത്തികൾ നടക്കും. നമ്മൾ അത്ഭുതമായി മാറും, അതിശയമായി മാറും, എല്ലാവർക്കും ഭീതിയായി മാറും. വി ആർ ബ്ലസ്ഡ്, വി ആർ റിയലി ബ്ലസ്ഡ്, വി ആർ പെർമനൻ്റ്ലി ബ്ലസ്ഡ് ആൻഡ് ഹൈലി ഫേവർഡ്. ഗോഡ് ബ്ലസ് യു, ഗോഡ് ബ്ലസ് യു, ഗോഡ് ബ്ലസ് യു.